ഞാനൊരു അഡിക്റ്റ് ആണെന്ന്, ആൽക്കഹോളിക് ആണെന്ന് മാത്രം പറയരുത്. ഞാൻ ഒന്നിനും ടോട്ടൽ സറണ്ടർ ആവില്ല, ഒന്നിനും എന്നെ കീഴ്പ്പെടുത്താനാവില്ല. നത്തിങ് ക്യാൻ കൺട്രോൾ മീ ഈദർ. ഐ ആം ഡാം ഷ്യൂർ അബൌട്ട് ദാറ്റ് ക്യാപ്റ്റൻ. രഘു, നീ അത് ജീവിച്ച് തെളിയിക്കേണ്ടിയിരിക്കുന്നു. ആർക്കും വേണ്ടിയല്ല, സ്വയം ബോധ്യപ്പെടാൻ. ആ പ്ലംബർ മണിയനോട് പറയും പോലെ എനിക്ക് രഘുവിനെ ഉപദേശിക്കാനാവില്ല, അത് ബോറാവും. സോ ഞാനൊരു ആൽക്കഹോളിക് ആണെന്ന് ക്യാപ്റ്റൻ പറയും. നീ അറിയുന്നില്ലെങ്കിലും ചുറ്റുപാടുള്ള ലോകം പറയാൻ തുടങ്ങിയിട്ട് ഒരുപാടായി. അറിയാഞ്ഞിട്ടല്ല, പറയാതിരിക്കാൻ ശ്രമിച്ചതാണ് ഞാൻ. രഘു, യു ആർ ആൻ ആൽക്കഹോളിക്. ഗുരുവേ, സമീർ, നൈജാമലി ആക്കും. ഇതാ വരുന്നു. ഈടാ, നീ ഏതോ ഹോസ്പിറ്റൽ അത്യാസന്ന ഫോമിൽ കിടക്കുകയാണെന്നാണല്ലോ കേട്ടത്. അവര് വിട്ടതോ നീ ചാടിയതോ? ശരീരത്തിലെ രക്തത്തിൻ്റെ കൂടുമ്പോ ബോഡി അത് റിജക്ട് ചെയ്യും. അതാണ് ഈ ചോര ഛർദിക്കാന്നൊക്കെ പറഞ്ഞ ആ അറിവ് കിട്ടിയപ്പോ. നിനക്ക് കഴിക്കാൻ പാടുണ്ടോ? ഈ ജന്മത്ത് നമ്മളടിക്കേണ്ട കോട്ട നമ്മൾ തന്നെ അടിച്ചു തീർക്കണ്ട ഗുരുവേ. പാമ്പേടിയായിട്ട് ഞാൻ ചാവൂ. നൈജാമലിയുടെ ജന്മവും രവിയുടെ മരണവും അതാ ഞാൻ. ഒരെണ്ണം എടുക്കട്ടെ? ഇപ്പൊ വേണ്ട, 4 വോഡ്കയകത്തുണ്ട്. എന്താടാ? ഏയ് ഒന്നുമില്ല രഘുവേട്ടാ, ഞാൻ ഒരു തീരുമാനം എടുത്തു. കവിത എഴുത്തുന്ന തന്തയില്ലായ്മ ഞാൻ അവസാനിപ്പിച്ചു. ഇനി സിനിമാ പാട്ട് എഴുത്തുന്ന ആഭിചാരം തുടങ്ങാൻ പോകുന്നു. തലയിൽ ഇത്തിരി ആൾതാമസമുള്ള 1-2 സംവിധാനങ്ങൾ ഓഫർ ചെയ്തിട്ടുണ്ട്. നമ്മുടെ ഈ ജില്ലയിൽ നിന്ന് മീരച്ച് ട്യൂൺ ചെയ്ത് അത് അതേപടി ഒരു ഡയറക്ടർ സിനിമയിലേക്ക് എടുത്തു. 10,000 രൂപയും തന്നു. ആലോചിച്ച് നോക്ക് രഘുവേട്ടാ, എടശ്ശേരിക്കും വയലോപ്പള്ളിക്കും ഇവിടെ എന്ത് കിട്ടിയിട്ടുണ്ട്? ഇത് 12 വരി AB തരത്തിന് 10,000 രൂപ. അതെങ്ങനെയാടാ? വ്യഭിചരിക്കാൻ കൊടുക്കുന്ന കാശ് ഭാര്യയ്ക്ക് വീട്ടു ചെലവിന് കൊടുക്കില്ലല്ലോ. ഇന്ന് രാവിലെയും കൂടെ ഒരെണ്ണം പെടച്ചിട്ട് മീരച്ചടെ കൊണ്ട് കൊടുത്തേ ഉള്ളൂ, ഇടി ട്യൂണെന്നും പറഞ്ഞിട്ട്. അവക്ക് അങ്ങനെ തന്നെ വേണം. മഴ കൊണ്ട് മാത്രം മുളയ്ക്കുന്ന വിത്തുകൾ ചിലതുണ്ട് മണ്ണിൻ മനസ്സിൽ. കൊള്ളാം. ഇനി നീ അങ്ങനെ കുറച്ചാലും ജീവിക്ക. ഏരെന്ന് നടന്ന് കുടിക്കണ്ടല്ലോ. നിന്നെ ഹോസ്പിറ്റലിൽ ഡിസ്ചാർജ് ചെയ്ത് തന്നെയാണോ? പിന്നെ എന്റെ ലിവർ ഫംഗ്ഷൻ ടെസ്റ്റിന്റെ റിപ്പോർട്ട് കണ്ടിട്ട് സലാം ഡോക്ടർ എന്താ പറഞ്ഞതെന്നറിയോ? എജ്ജാതി ലിവറാഷ്ടാതെന്ന്. ഇന്ത്യയിൽ ഒരു ഡോക്ടറും ആ ഭാഷയെ സംസാരിക്കില്ല, അത് വിട്. എന്റെ രഘുവേട്ടാ, എവിടെ കിടന്ന് മരിക്കണമെന്ന് നമ്മളോട് ആരും പറഞ്ഞിട്ടുമില്ല, നമ്മൾ ആർക്കും വാക്കും കൊടുത്തിട്ടില്ല. എന്താടാ സമീറേ? സമീർ, are you all right? സമീർ, എന്താടാ? ഏയ് ഒന്നുമില്ല, തൊണ്ട പൊട്ടിയതിന്റെ ഒരു തൊണ്ട പൊട്ടി. ഇങ്ങോട്ടോ ബ്ലഡിന്റെ അളവ് കൂടുമ്പോ ബോഡി റിജക്ട് ചെയ്യും അല്ലേ? സമീറേ, 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 ഉമ്മാ, സമീറേ. സമീർ അവസാനമായി എഴുതിയ മരണമെത്തുന്ന നേരത്ത് എന്ന കവിത
രഘുനന്ദൻ ഏതോ ഭാഷയിലേക്ക് പരിഭാഷപ്പെടുത്തി.